34 സങ്കീർത്തനം 5 വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വചനഭാഗങ്ങളാണ്. ജെറുസലേം ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നാണ് ദേവാലയ ഭണ്ഡാര പരിസരം എന്നത്. വ്യത്യസ്തമായ നിയോഗങ്ങൾക്കായി 13 കാണിക്ക പാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഭക്തരായ ഒത്തിരി അധികം ജനങ്ങൾ നേർച്ചകൾ ഇടുന്നതിനായി അവിടെ തിങ്ങിക്കൂടിയിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ക്രിസ്തുനാഥൻ പറയുക: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. നിയമജ്ഞരെയും ഫരിസയരെയും സംബന്ധിച്ചിടത്തോളം ഹെബ്രായക്കാരുടെ സംസ്കാരത്തിൽ പ്രകാശം എന്ന പദം ദൈവത്തിന് തുല്യമായി ഉപയോഗിച്ചിരുന്ന പദമാണ്. 27-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? അപ്രകാരം ഞാനും എൻ്റെ പിതാവും ഒന്നാണെന്നും ഞാൻ ദൈവത്തിൻ്റെ ഏകപുത്രനാണെന്നും ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നിയമജ്ഞർക്കും ഫരിസയർക്കും ദൈവപിതാവിനെ പറ്റിയുള്ള യഥാർത്ഥ അറിവില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ അംഗീകരിക്കുവാനോ മനസ്സിലാക്കുവാനോ അവർക്ക് സാധിക്കുന്നില്ല. ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മിൽ പലർക്കും ദൈവപിതാവിനെക്കുറിച്ചോ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെക്കുറിച്ചോ വ്യക്തമായ അറിവില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ തപസ് കാലത്തിൽ ക്രിസ്തുവിനെ ആത്മാർത്ഥമായി പിൻചെല്ലുവാൻ ക്രിസ്തുനാഥൻ നമ്മെ ക്ഷണിക്കുകയാണ്. ഒരു പടയാളി സൈന്യാധിപനെ പിന്തുടരുന്നത് പോലെ, ഒരടിമ യജമാനനെ അനുഗമിക്കുന്നത് പോലെ, ഒരു സാധാരണ മനുഷ്യൻ ജ്ഞാനിയുടെ ഉപദേശം സ്വീകരിക്കുന്നത് പോലെ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ പൂർണ്ണമായി ആത്മാർത്ഥമായി പിൻചെല്ലുവാനും ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും കൽപ്പനകളും പാലിക്കുവാനും ക്രിസ്തുനാഥൻ നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടായേക്കാം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. അപ്രകാരം സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രകാശമാകുന്ന ക്രിസ്തുവിനെ തള്ളിപ്പറയാതെ ഉപേക്ഷിക്കാതെ ക്രിസ്തു സാന്നിധ്യത്തിൽ നിരന്തരമായിരിക്കുവാനും നമ്മുടെ ജീവിതം പ്രകാശം നിറഞ്ഞതാക്കി തീർക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.